കാസർഗോഡിനെ നടുക്കി വിദ്യാലയമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. നഗരത്തിലെ മഡോണ AUP സ്കൂൾ മുറ്റത്തെ കിണറാണ് ശക്തമായ മഴയിൽ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നത്. സ്കൂളിന് അവധിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കിണർ ഇടിഞ്ഞു താഴ്ന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ KCN ന്യൂസിന്. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ, അണങ്കൂർ, കാസർഗോഡ്. കോൺടാക്ട് 95626 66617. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഡോണ AUP സ്കൂളിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ കനത്ത മഴയിൽ ഈ വിദ്യാലയത്തിന്റെ മുറ്റത്തെ കിണർ ഇടിഞ്ഞു വീണ് ഇവിടെ വലിയൊരു അപകടമുണ്ടായി. അപകട സമയത്ത് ആരുമില്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് ഇവിടെ ഒഴിവായത്. ഈ അപകടത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി സ്കൂളിന്റെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ ശോഭിത നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയായിരുന്നു മാം ഈ ഒരു അപകടം സംഭവിച്ചത്? ഈ ഒരപകടം ഞങ്ങൾക്ക് ഒരു 5:30 വരെ ഞങ്ങൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. അപ്പം 5:05 ഞങ്ങൾ ഇവിടുന്ന് പോകുകയും 5:45 ഈ സ്കൂൾ ഇടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ ഈ കിണറിൽ എന്താണ് ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ അവിടെ ഓടിയെത്തിയാനെ. അപ്പം ആ സമയത്ത് ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് ഞങ്ങൾ ആ അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ 1000 കുട്ടികൾ പഠിക്കുന്ന 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഞങ്ങളുടെ ഈ വിദ്യാലയത്തിലെ ഏറ്റവും ഞങ്ങൾക്ക് കുടിവെള്ള സ്രോതസ്സും പാചകത്തിനുള്ള ഒരു വെള്ളമാണിത്. അത് ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. കുട്ടികൾക്ക് എങ്ങനെ ഈ കുടിവെള്ളം സാധ്യമാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, അത് ഞങ്ങൾക്ക് വലിയൊരു ആശങ്കയിലാണ് ഞങ്ങളുള്ളത്. അപ്പം അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി അധികാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്കൂളിന്റെ മുറ്റത്ത് തന്നെയാണല്ലോ ഈ ഒരു കിണർ ഉള്ളത്. അപ്പോൾ നേരത്തെ തന്നെ ഒരു അപകട സാധ്യത ഉണ്ടായിരുന്നോ ഇവിടെ? ഇവിടെ യാതൊരു അപകട സാധ്യതയും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. വളരെ മനോഹരമായിട്ട് കെട്ടി അരപ്ലേസും ഉണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് വലിയ ഇരുമ്പിൻ്റെ ഗ്രില്ല് ഇട്ടിട്ട് മൂടി കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന നല്ലൊരു വിദ്യാലയ ഫ്രണ്ടാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കിണർ പോലും ഇവിടെ ഉള്ളതായിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. അത്രയും മനോഹരമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു കിണറാണിത്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു തുറന്ന നിലയിലാണല്ലോ ഈ കിണർ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇത് ഞങ്ങൾക്കിപ്പം കുട്ടികളെ ഇങ്ങോട്ട് വരുത്താൻ വളരെ പേടിയാണ്. ഇപ്പം ഇതിനെ ഒരു വലിയ സംരക്ഷണ വലയം ഇതിനുണ്ടാക്കണം, ഭിത്തി ഉണ്ടാക്കണം. അതിനുശേഷമാണ് ഇത് സ്കൂൾ അടുത്ത ദിവസം തിങ്കളാഴ്ച ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുമെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കുട്ടികളെ ഇങ്ങോട്ട് വരുത്തണം എന്നറിയുന്നില്ല. എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് കുട്ടികളെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുത്തുള്ളൂ. ഞങ്ങളും അതുപോലെ PTA ഇവിടെ വന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ PTA എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അവരുടെ സഹായത്തോടെയൊക്കെ കൂടെ നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് സംരക്ഷണം നൽകും എന്നുള്ള ആ ഒരു തീരുമാനവും ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു എയ്ഡഡ് സ്കൂളായ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഫ്രീ വിദ്യാഭ്യാസം തന്നെയാണ് നമ്മളും ഇവിടെ കൊടുക്കുന്നത്. അപ്പം പാവപ്പെട്ട കുട്ടികളും ധാരാളം പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ മാതാപിതാക്കളിൽ നിന്ന് ഒരു വലിയ തുക ശേഖരിച്ച് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതെങ്ങനെ ഇതിനൊരു സംരക്ഷണ ഭിത്തി കെട്ടി കുട്ടികൾക്ക് അടുത്ത ദിവസം നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കുട്ടികളെ ഇവിടെ വീണ്ടും ഞങ്ങളുടെ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കുക എന്ന ഒരു ആശങ്കയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ഈ ഒരു കിണർ ഇപ്പോൾ വലിയൊരു അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. അപ്പോൾ മാഡം പറഞ്ഞതുപോലെ ഈ കിണറിന് ചുറ്റും ഒരു സംരക്ഷണ മതിൽ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. അപ്പോൾ ഈ ഒരു ആവശ്യം ബന്ധപ്പെട്ട അധികൃതർ പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്.
എന്തായാലും മാഡം പറഞ്ഞതുപോലെ അടിയന്തിരമായി തന്നെ തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറക്കുന്നത്. അതിനു മുൻപേ തന്നെ ഒരു സംരക്ഷണ മതിൽ ഈ കിണറിന് ചുറ്റും സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കനത്ത മഴയിൽ സ്കൂളുകളിൽ ഏത് രീതിയിലും അപകടമുണ്ടാകാം എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു കിണർ ഇടിഞ്ഞു വീണ സംഭവം. എന്തായാലും എല്ലാ വിദ്യാലയങ്ങളും കൃത്യമായ രീതിയിൽ അപകടങ്ങളെ മുന്നിൽ കണ്ട് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ക്യാമറാമാൻ ചേതനിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.